അപ്പോൾ കാൻഡൻ ഫെയറിന്റെ ഈ 2025 ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ അവാർഡിലെ രണ്ടാമത്തെ പ്രൈം സെഗ്മെന്റ് ആണ് ബയോണിക് ഹാൻഡ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മിലിറ്ററിയിൽ അതല്ലെങ്കിൽ മറ്റ് ആക്സിഡന്റുകളിലൊക്കെ കൈ നഷ്ടപ്പെട്ട ഒരാൾക്ക് പിന്നെ അയാളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നല്ല, അയാൾക്ക് ഈ കപ്പ് എടുക്കണം എന്നുണ്ട്, പക്ഷെ ആ കപ്പ് എടുക്കാൻ അയാൾക്ക് കഴിയില്ല. അയാളുടെ ഹാഫ് കൈ അല്ലെങ്കിൽ കൈ പൊന്തും, മറ്റേ അയാൾ കഴിയില്ല. അപ്പൊ അയാൾക്ക് സൈക്കോളജിക്കലി വലിയൊരു ട്രോമ അവിടെ വരുന്നത്. അയാളുടെ ഒരു ഡെബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി അയാൾക്ക് വല്ലാതെ, അയാളുടെ കൈയില്ലായ്മയേക്കാൾ എത്രയോ വലിയൊരു ഡെബിലിറ്റിയാണ് എന്ത്, ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ആ കപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ മാനസികമായി തളർന്നു പോകും. അപ്പൊ അങ്ങനത്തെ ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഈ സാധനം. ഇത് ഇന്റലിജന്റ് ബയോണിക് ഹാൻഡ് ആണ്. ഇത് നമ്മുടെ ന്യൂറൽ സെൻസറിയെ ഇത് സെൻസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പ് എടുക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ആ സാധനം കിட்ட എടുക്കാം. ആ ഭയങ്കര ടെക്നോളജിയുടെ AI ടെക്നോളജിയുടെയും ആ ഒരു എന്താ പറയാ, മെഡിസിൻ ആൻഡ് ടെക്നോളജി ന്യൂറോളജിന്റെ ഒരു ഇന്റഗ്രേഷൻ, AI ഒരു ഇന്റഗ്രേഷൻ ആണ് കാണുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്പർ 1 അവാർഡ് കിട്ടിയ 2 പ്രൊഡക്റ്റുകൾ, ഒന്ന് അവിടെ മനുഷ്യന്റെ ആയുസ്സും ടൈമും സേവ് ചെയ്യുന്നു, ഇവിടെ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കൈ പൊന്തണം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ ഇന്റലിജന്റ് ബയോണിക് ഹാൻഡ് എന്ന് പറയുന്നത്.